വെൽക്കം ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോസ്മിക് ബൈറ്റിൻ്റെ ഒരു മൗസിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു ബോക്സാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഈ മിസ്മാച്ച് പോലെ തോന്നി. എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ടല്ലായിരുന്നു വന്നത്. അപ്പം പാക്കറ്റ് പുറത്തുനിന്ന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പാക്കറ്റ് സാധാരണ രീതിയിൽ നമ്മൾ തുറക്കുന്ന പോലെ നമ്മൾ വീഡിയോ ഒക്കെ വെച്ച് അൺബോക്സ് ചെയ്തു. നമ്മൾ എന്തെങ്കിലും അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതേപോലെ വീഡിയോ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ബോക്സ് പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കിനും സീലെല്ലാം പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സീലില്ലായിരുന്നു. അപ്പോൾ സൈഡ് ഭാഗം നിങ്ങൾക്ക് കീറിയതായിട്ട് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ അത് പുറത്തോട്ട് വലിച്ചെടുത്തപ്പോഴത്തേക്കിന് മൗസ് വെച്ചേക്കുന്ന പാക്കറ്റ് പോലും നേർജുകലായിരുന്നു, കീറി പറഞ്ഞായിരുന്നു ഇരുന്നത്. പിന്നെ മൗസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അടിയിലത്തെ റബ്ബർ പാഡൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് കോട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ USB-ക്ക് ക്യാപ്പൊന്നുമില്ല. എന്ന് വെച്ചാൽ ആരോ യൂസ് ചെയ്ത സെക്കൻഡ് പ്രൊഡക്റ്റ് ഇട്ട പോലെയായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്തു. 1 week later. ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പം അവർ പുതിയ പ്രോഡക്റ്റ് അയച്ചു തന്നു. റിട്ടേൺ പോളിസി വെച്ചിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ രണ്ടാമത് വന്ന ബോക്സ് എന്ന് വെച്ചാൽ നല്ല വൃത്തിക്കായിരുന്നു, അന്ന് നല്ല പോലെ പാക്ഡ് ആയിരുന്നു. അതിൽ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ബോക്സിൻ്റെ പുറത്തോട്ട് നോക്കുവാണെങ്കിൽ അവിടെ മൗസിൻ്റെ കുറച്ച് ഹൈലൈറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ DPI സ്വിച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്നൈപ്പിംഗ് ബട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മെമ്മറി ബട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ വെയിറ്റും ഡയമെൻഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ് ടു പിന്നെ ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ് 1000 ഹേർട്സ് വരെ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1 millisecond റെസ്പോൺസ് ടൈമുള്ള മൗസാണ് ഇത് വരുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2499 ആണ് പ്രൈസിങ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇത് 1500 രൂപയ്ക്ക് കിട്ടുന്നതാണ്. സൈഡ് ഭാഗത്തോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഈ സ്പെക്സിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, പെട്ടെന്ന് ഒരു ക്യൂവിന് വേണ്ടി. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ഇപ്പുറ സൈഡ് നോക്കുവാണെങ്കിൽ മൗസിൻ്റെ പടം കാണാം, ഫ്രണ്ടിൽ മൗസിൻ്റെ പടം കാണാം. അതിൽ കോസ്മിക് ബൈറ്റിൻ്റെ ലോഗോയോ ഉള്ള ഒരു മൗസിൻ്റെ പടമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് സീല് പൊട്ടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് തുറക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് ഇവിടെ കണ്ടോ ഒരു ഫ്രണ്ടിലൊരു കാർഡ് പോലെ കാണാം. അപ്പം നമ്മൾ ആദ്യത്തെ ബോക്സ് തുറന്നപ്പോൾ അങ്ങനെ കാർഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് പക്ക ആരെങ്കിലും യൂസ് ചെയ്ത സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ അൺബോക്സിങ് കൂടി ചെയ്തപ്പം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ കാർഡിലും ഇതിൻ്റെ ക്വിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ DPI സ്വിച്ചും അങ്ങനത്തെ മെമ്മറി ബട്ടനെ കുറിച്ചൊക്കെ ഒരു ക്വിക്ക് വ്യൂ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. ഒരു യൂസർ മാനുവൽ പോലെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ മൗസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പാക്ഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ കാർഡ്ബോർഡ് ബോക്സ് ജസ്റ്റ് ഒന്ന് പൊക്കണം, എന്നാലുള്ള മൗസ് പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഇങ്ങനെ പൊക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൗസ് ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക് കവറുണ്ട് അതിൻ്റെ മുകളിൽ, അതെടുത്ത് മാറ്റുക. അപ്പം മൗസ് ഇതാണ് നമ്മുടെ മൗസ്. അപ്പം ഇതാണെങ്കിൽ നല്ല പിടിച്ചപ്പോൾ നല്ലൊരു ഫീലുണ്ട്. അത്യാവശ്യം നല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലെ ആണ്. ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ല, ഒരു മീഡിയം പ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ അറ്റത്ത് ഇവിടെ USB-യിൽ ക്യാപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേതിൽ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴും നല്ലൊരു ഫീലാണുള്ളത്. പിന്നെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്രേഡഡ് കേബിളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലത്തെ പാഡിങ് അതേപോലെ തന്നെ വൃത്തിക്കുണ്ട്, മറ്റേതുപോലെ ഇളകിയിട്ടല്ല. പിന്നെ ഇവിടെ മറ്റേ മെമ്മറി ബട്ടണും കാണാൻ പറ്റും, നമ്മുടെ ഇൻഫ്രാറെഡ് LED പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഒപ്റ്റിക്കൽ മൗസിൻ്റെ. പിന്നെ ഇതിൻ്റെ ബ്രേഡഡ് കേബിളാണ് വരുന്നത്. നമ്മളാണെങ്കിൽ ലോജിടെക്കിൻ്റെ ഈ പ്രൈസിലെ ഗെയിമിംഗ് മൗസ് വേണമെങ്കിൽ അത് ബ്രേഡഡ് കേബിളല്ല, സാധാ കേബിളാണ് വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നല്ല സോളിഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പ്രശ്നമൊന്നുമില്ല. മറ്റേ മൗസ് കിലിങ്ങെന്നൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ആദ്യം ഓർഡർ ചെയ്ത് റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ളത് മൗസ്. ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പം നമുക്ക് മൗസ് ഒന്ന് നമ്മുടെ PC കണക്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണുള്ളതെന്ന്. ഇത് RGB മൗസ് ആണെന്ന് പറഞ്ഞത്, അപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിത് RGB LED ആയതുകൊണ്ട് RGB ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് കസ്റ്റമൈസബിളാണ്. ഇതിന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഇതിന് സോഫ്റ്റ്വെയർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 6200 DPI വരെ ഇതിന് നമുക്ക് DPI സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കേബിളിലോട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കേബിളാണ് വരുന്നത്. അത് ഇതേപോലെ ഇത് നമ്മുടെ വെൽക്രോ പോലത്തെ ടേപ്പ് ചുറ്റിയിട്ട് റാപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. ലെങ്ത്ത് മാത്രമല്ല നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല, പെട്ടെന്ന് കട്ടൊന്നും ആവില്ല.
ലൈറ്റൊക്കെ നിർത്തിയിട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു RGB ലൈറ്റിംഗ് ആണ് ഇതിന് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ആക്യുറസി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴത്തേക്കും നല്ല കളറാണ് ഇതിന് കാണാനുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ മൗസ് വെച്ച് തന്നെ കുറച്ച് പ്രീസെറ്റഡ് സെറ്റിങ്സ് ഉണ്ട്, അതിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റേ പ്രോഗ്രാമുകൾ ഫംഗ്ഷൻ കീ പ്ലസ് നമ്മൾ സ്ക്രോൾ വീലിൻ്റെ ബട്ടൺ നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഇതുപോലെ മാറും. നമുക്ക് പ്രീസെറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോംസ് ഉണ്ട്, അതിലോട്ട് മാറ്റാം. പിന്നെ ഇതേപോലെ ഞാനിപ്പോൾ കുറച്ച് സെറ്റ് ഇവിടെ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഈ ഫസ്റ്റ് കീ ആണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ കീ. 2 കീ പ്രോഗ്രാമുകളാണ്, എന്നാലും ഫസ്റ്റ് കീയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കീയെ നെക്കിക്കൊണ്ട് നമ്മൾ സ്ക്രോൾ വീലിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറുമല്ല എന്ന് വെച്ചാൽ അതിൻ്റെ പ്രീസെറ്റ് മാറും. സ്ക്രോൾ സ്ക്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ DPI സ്വിച്ച് ഇതാണ്. ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടോഗിൾ സ്വിച്ചസ് ആണ്. മറ്റേ സാധാ ഒരു ഗെയിമിംഗ് മൗസിൽ വരുന്ന പോലെ നെക്കി പോകുന്ന സ്വിച്ച് അല്ല. അതിലാണെങ്കിൽ നമുക്ക് റിവേഴ്സ് പോകണമെങ്കിൽ നെക്കി ഫ്രണ്ടിലോട്ട് പോയി ലൂപ്പ് അടിച്ച് പോകാനേ പറ്റത്തുള്ളൂ. നമുക്ക് ബാക്ക്വേർഡ് ഫ്ലോ ഇല്ല. ഇതിലങ്ങനെയല്ല, നമുക്ക് പുറകോട്ട് പോകാം മുന്നോട്ടും പോകാം. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മൾ DPI കുറയ്ക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മൗസിൻ്റെ കൾസറിൻ്റെ സ്പീഡ് കുറയും. DPI കൂട്ടാൻ നേരത്ത് സ്പീഡ് കൂടും. അതാണ് DPI കൊണ്ടുള്ള ഗുണം. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ അത് പറഞ്ഞു തന്നത്. അപ്പം ഈ DPI സ്വിച്ച് വെച്ചിട്ട് നമുക്കാണെങ്കിൽ മാക്സിമത്തിൽ വരെ എത്തിക്കാം. മാക്സിമം നമുക്ക് 6200 വരെ ചെയ്യാൻ പറ്റും DPI. അത് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ച് സെറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇതേപോലെ സെറ്റിംഗ് മാറ്റാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രീസെറ്റഡ് ആയിട്ടുള്ള അവിടെയും ഫോംസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ലൈറ്റുകൾ മാറാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ലൈറ്റ് കാണുക, ഇതേപോലെ ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ വെച്ചാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നമുക്ക് പ്രീസെറ്റഡ് ആയിട്ടുള്ള ഒരു സോളിഡ് കളേഴ്സ് ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ DPI അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മെമ്മറി മോഡിൽ ഞാൻ പറഞ്ഞല്ലോ, പുറകിൽ ഇതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, നമുക്ക് 3 മെമ്മറി മോഡോട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെമ്മറി മോഡ്സ് അവിടെ നിന്നാണ് പ്രോഗ്രാം ചെയ്തത്. ഇതാണ് ആ മെമ്മറി മോഡിൻ്റെ സ്വിച്ച്. അപ്പോൾ ഇത് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം നമുക്ക് നേരത്തെ പ്രീസെറ്റ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്യുന്ന രീതിയിൽ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം, പല കോമ്പിനേഷൻസിൽ. അപ്പോൾ ഒരെണ്ണത്തിൽ സേവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ബട്ടൺ നെക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ബട്ടൺ നെക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് മാറ്റാൻ നേരത്ത് മെമ്മറി മോഡ് അങ്ങോട്ട് സ്വിച്ച് ആവും. ഇപ്പം എന്നുവെച്ചാൽ മെമ്മറി ഇവിടെ സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സോഫ്റ്റ്വെയർ വെച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ സ്വിച്ച് ചെയ്ത് നിങ്ങളിത് കണ്ടത്. ഇതാണ് ആ സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയർ വെച്ചാണ് മാറ്റിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ മറ്റേ കീസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4ഉം 5ഉം ആണ് പ്രോഗ്രാമബിൾ കീസ്. അപ്പോൾ 4ഉം 5ഉം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ഗെയിമിൻ്റെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ഇന്ന ബട്ടൺ നീങ്ങുന്ന പോലെ. അപ്പം അതൊരു നല്ല യൂസർ ഫീച്ചറാണ്. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് കിടക്കുന്ന ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. നമ്മൾ നെറ്റിൽ കയറി സെർച്ച് ഒക്കെ ചെയ്യാൻ നേരത്ത് ബാക്ക് പോകണമെങ്കിൽ ബാക്ക് നിൽക്കുകയാണെങ്കിൽ ഈ കീസ് വെച്ച് നമുക്ക് ബാക്ക് ചെയ്യാം, ഫോർവേഡും പോകാം, അങ്ങനെ കാര്യങ്ങളും ചെയ്യാം. അപ്പം അതാണ് ഇതിൻ്റെ ഈ ബട്ടൻ്റെ ഒരു ഗുണവും കാര്യങ്ങളും പറയാം. പിന്നെ ഇതിലാണെങ്കിൽ 1000 Hz എന്നുവെച്ചാൽ ഇതിൻ്റെ റെസ്പോൺസ് ടൈം ആണുള്ളത്. എന്നുവെച്ചാൽ 1 millisecond റെസ്പോൺസ് ടൈമാണ്. അപ്പോൾ ഗെയിമേഴ്സിന് വളരെ ഉപകരിക്കുന്ന ഒരു സംഭവമാണ് റെസ്പോൺസ് ടൈം. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എനിമീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാം, നമുക്ക് കില്ലെടുക്കുകയും ചെയ്യാം, എന്നുവെച്ചാൽ നമുക്ക് വിക്ടറി. അപ്പോൾ ഇതാണ് അതിന് ലൈറ്റിങ്ങിൻ്റെ സെറ്റ്. ഇപ്പോൾ ഇവിടെ പല പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വേവിൽ ഇട്ടേക്കുന്നുണ്ട്, അവിടെ കളർ ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാറ്റിക് ആക്കിയപ്പോഴത്തേക്കിന് കളർ ബാർ എനേബിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേവ് ഇടുവാണ്. വേവ് ഇടുമ്പോൾ എന്നുവെച്ചാൽ കളർ മാറി നിൽക്കുന്ന ടൈപ്പ്. ഇതാണ് DPIയുടെ ഫംഗ്ഷൻ സെറ്റിങ്സ്. ഇതിൽ 5 DPI ലെവൽ വരെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 5 മാക്സിമം വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മൾ അത് 3 or 4 വെക്കുവാണെങ്കിൽ ഇവിടെ ഓരോരോ ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാല്യൂസ് ഉള്ള സ്ക്രോൾ ബാർ പോലെ. അതാണെങ്കിൽ ആ 3ലോട്ട് റെഡ്യൂസ്ഡ് ആവും, ഈ 5 കാണിക്കുന്നതിൻ്റെ പകരം. അപ്പോൾ ഞാനിവിടെ പ്രൊഫൈൽ 2ലോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കിന് ഇവിടെ കണ്ടോ 6200 മാക്സിമം DPI സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രൊഫൈൽ 3ൽ 5000 വരെയുള്ളൂ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ പ്രൊഫൈൽ 1 എടുക്കുവാണെങ്കിലും ഞാൻ 5000 വരെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ലൈറ്റിങ്ങിലും ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുത്താം. എന്നിട്ട് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ മെമ്മറി സ്വിച്ച് നിൽക്കുമ്പോഴത്തേക്കിന് അത് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് സ്വിച്ച് ആയിക്കോളും, എന്നുവെച്ചാൽ ആ DPI മോഡിലോട്ട് സ്വിച്ച് ആയിക്കോളും. അതാണ് ഈ ഫംഗ്ഷനാലിറ്റി കൊണ്ടുള്ളൊരു ഗുണം.
അപ്പം നമുക്ക് പെട്ടെന്ന് ചില ഗെയിംസിന് വേണ്ടിയാണെങ്കിൽ കുറച്ച് ഫംഗ്ഷനാലിറ്റി കൂടുതൽ വേണ്ടിയായിരിക്കും. അപ്പോൾ അത് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടുതലുള്ള ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലൈക്കൻ നിൽക്കൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.